അസ്സലാമു അലൈക്കും. ഇന്ന് കക്ക വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കട്ടോ. നമ്മൾ കല്ലുമ്മക്കായ നിറച്ചതൊക്കെ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ കിട്ടൂലേ, അതേ ടേസ്റ്റിൽ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കക്കനാണ് കേട്ടോ. ഞാൻ ജനിച്ചിട്ട് നാടാടെ കാണുകയാണ്. ഞങ്ങളിതൊരു പരിപാടി ഉണ്ടായിരുന്നു, അമ്മോൻ്റെ മോളെ പരിപാടി. അപ്പോൾ അവിടെ പോയപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോനൊക്കെ പോയിട്ട് പുഴയിൽ നിന്ന് പോണ ഒരു തോടുണ്ടാവുമല്ലോ, ആ തോട്ടിൽ നിന്ന് പിടിച്ച് കൊടുന്നതിന് ശേഷമാണ് ഞങ്ങളിത് കാണുന്നത്. ഇതിൻ്റെ വലിപ്പം കണ്ടപ്പോൾ ഒരു അത്ഭുതമായിപ്പോയി. അപ്പോൾ ഇത് ഞാൻ നന്നായി കഴുകിയതാണ് കേട്ടോ. ഇത് ഞാൻ ഈ പ്ലേറ്റിൽ നിങ്ങൾ കാണിച്ച് തരുമ്പോൾ തന്നെ കഴുകിയതിന് ശേഷം ആണ് ഇതൊരു ചെമ്പുടുക്കയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് വേവിക്കുമ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കൂല കേട്ടോ. ഇതുപോലെ വെള്ളമൊന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെ വെച്ച് വേവിക്കലാണ്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ ഇതിന് തന്നെ ഇതിൽ വെള്ളമൊക്കെ ഇട്ട് നിറഞ്ഞു വരും. ആ ആളാണ് കേട്ടോ അത് പിടിച്ചിരുന്ന ആൾ. അപ്പോൾ ഇത് കണ്ട, നമ്മൾ വെള്ളമൊന്നും ഇതിൽ വെച്ചിട്ടില്ലല്ലോ. ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ഇതൊരു അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ ഒരു കുറച്ച് നേരമൊക്കെ ഒരു അരമണിക്കൂർ നേരത്തെ ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ടത്, അത്യാവശ്യം വലുപ്പമുള്ളതായ കാരണം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആ വെള്ളത്തിൽ നിന്ന് ഇതുകൊണ്ട് മാറ്റിയെടുത്തതാണ് ഒരു പാത്രത്തേക്ക്. അപ്പോൾ അതിൻ്റെ അറയാണ് ഇതിന് പൊന്തിച്ചപ്പോൾ തന്നെ അറ ആണ്ട് വീണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം കാട്ടം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ കാട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ നെക്കിയിട്ട് പുറത്ത് കളയണം. അറയാണെങ്കിലും നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഓരോന്ന് തന്നെ നമുക്കിത് അത്യാവശ്യം വലിപ്പമുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് അറൊക്കെ എടുത്ത് അറയില കാട്ടൊക്കെ കൈ നിർത്ത് കളഞ്ഞിട്ടാ. അപ്പോൾ ഇനി ബാക്കി ഈ പിടിച്ചോടുന്ന ആളാണത്, ഓന് ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ കുറേ നേരം ഇതിൻ്റെ അതിർപ്പം നോക്കി നിൽക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഓന് ബാക്കിയുള്ളതൊക്കെ ഓൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇനി ഇതിലത്തെ വെള്ളമാണ് കേട്ടോ. ഇത് നമ്മൾ അത് വേവിക്കുമ്പോൾ അതിൽ വെള്ളം കണ്ടില്ല, ആ വെള്ളം ഇതൊന്ന് ഇനി അരിച്ചിട്ട് അതിലത്തെ കച്ചറൊക്കെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ, അതിൻ്റെ അടി. അപ്പോൾ ഈ വെള്ളത്തിലാണ് ഞാൻ ഇതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കുന്നത്. ഇതിൽ കച്ചറൊന്നുമില്ല, നല്ല കഴുകിയെടുത്ത സാധനമായിരുന്നല്ലോ. പിന്നെ കൊടുന്നിട്ട് ഞങ്ങളൊരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അങ്ങനെയായിട്ട് കച്ചറൊക്കെ പോയിക്കണം. അപ്പോൾ ഇതിലത്തെ കാഷ്ടൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞെടുത്തിക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനിയും ഒന്നുപാടൊക്കെ നന്നായി കഴുകിയെടുക്കണം കേട്ടോ. 2-3-4 പ്രാവശ്യമൊക്കെ നല്ല കഴുകിയെടുക്കണം. അതിൻ്റെ തോടിൻ്റെ ഒരു വലിപ്പം നോക്കുകയാണേ നല്ല അത്യാവശ്യം ഒരു മക്കൾക്കൊക്കെ കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പാത്രം പോലെ ഉണ്ട്. പിന്നെ അതിലേക്കുള്ളൊരു കൂട്ടാണിത്. അപ്പോൾ ഈ ഒരു സ്പൂണ് കടലമാവാണ് കേട്ടോ. ആ 2 പാത്രത്തിൽ, ഒരു പാത്രത്തിൽ അരിപ്പൊടി, ഒരു പാത്രം മൈദയാണ്, രണ്ടും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് 1 ടീസ്പൂണ് പെരുംജീരകം, പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിരിക്കുന്നത്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു സവാളയാണ്. അതിലത്തെ പകുതി സവാള ഞാൻ മാറ്റിയിട്ട് പകുതി സവാളയാണ് ഇത് ഈ ചമ്മന്തി ആക്കണേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ അത് ചമ്മന്തിയൊക്കെ ആക്കി ഒന്ന് എടുത്തിക്കണം കേട്ടോ. ഇത് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങോട്ട് അരഞ്ഞ് പോകരുത് കേട്ടോ. ഇനി പകുതി സവാള ഉണ്ടല്ലോ മാറ്റി വെച്ചിരുന്നത്, അത് ഇനി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇതിലേക്ക് ആ കടലമാവാണ് കേട്ടോ, 1 സ്പൂൺ ഇട്ട് കൊടുത്തത്. ഇനി ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് മൈദ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോഴേ ഇതിൻ്റെ നല്ലൊരു എല്ലാവിധ ടേസ്റ്റ് ഇതിലേക്ക് കിട്ടുള്ളൂ. അതായത് പച്ചവെള്ളത്തിലൊന്നും കുഴച്ചെടുക്കരുത്. ആ വെള്ളത്തിലാകുമ്പോഴേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചൊയ കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അപ്പസോഡ ഇട്ട് കൊടുക്കാൻ മറന്നിരുന്നു. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം, ഒരു നുള്ളോളം അപ്പസോഡ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇതിലേക്ക് വെള്ളം കുറച്ചും പാടിക്ക് ഒരു കുറവുണ്ടായി. അപ്പോൾ ലേശം പാടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുപാട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രൂപത്തിലാണ് കേട്ടോ ആവേണ്ടത്. വല്ലാതെ അങ്ങനെ ടൈറ്റാവും ചെയ്ത് എന്നാൽ നല്ല ലൂസും ആവരുത്. ഇനി ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതിൽ ഒന്ന് പൊതിഞ്ഞിട്ട്
വേണത് ഇതുപോലെ ആക്കിയിട്ട് വേണട്ടത് പൊരിച്ചെടുക്കാൻ. കല്ലുമ്മക്കായ പിന്നെ നമ്മൾ തോടോർക്കാണ് പൊരിച്ചത്. പക്ഷേ ഇതിൻ്റെ തോട് ഭയങ്കര കട്ടിയുണ്ടായ കാരണം നമുക്ക് അങ്ങനെ പറ്റണില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മാവിൽ ഇത് പൊതിഞ്ഞെടുത്തതിന് ശേഷം ആണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. ഇനി ഇതുപോലെ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ മാവിൽ ഇങ്ങനെ അത് പൊതിഞ്ഞെടുത്തതിന് ശേഷം ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. നിങ്ങൾ ഇതുപോലെ ഇത്ര വലുതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറുതാണെങ്കിലും ഈ രീതിയിൽ നിങ്ങളൊന്ന് പൊരിച്ച് നോക്കിയിട്ട് കിട്ടിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ കല്ലുമ്മക്കായ നമ്മൾ ബീച്ചിലൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പോയാൽ കിട്ടുമല്ലോ, അതിനേക്കാളും ടേസ്റ്റ് എന്ന് പറയാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടായി. ഇനി കക്കന് അല്ല എരുന്താണെങ്കിലും വെച്ചിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണ്. വൈകുന്നേര ചായക്കൊക്കെ അടിപൊളി സാധനമാണ്. പിന്നെ ഇതിൽ ഓവർ തീയിൽ ഇങ്ങനെ കത്തിക്കരുതിട്ടാ. തീ കുറച്ചിട്ട് വേണം ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കാൻ. അതിൻ്റെ ഉള്ളിൽ ആ കക്കന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുമ്പോഴാണല്ലോ. തീ കുറവാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിപ്പിച്ചെടുക്കണ രീതിയിലൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ പാകമായി വന്നപ്പോൾ ഞാനിത് പാത്രത്തിലേക്കൊന്ന് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.